ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ട്രേസിംഗ് ത്രൂ 1000 ഇയേഴ്സ് ആണ്. അപ്പോൾ ഈ വർഷങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് മുമ്പുള്ള വർഷങ്ങളിൽ വന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഇപ്പൊ മാപ്പ് നമുക്ക് നോക്കാം. ഇപ്പൊ പല രാജ്യങ്ങളിൽ നിന്നും പല പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഡച്ച്, മെയിനായിട്ട് നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ട്രേഡിന് വേണ്ടി വന്നു. എങ്ങനെയാണ് ഓരോ സ്ഥലത്തെത്തി ട്രേഡ് നടത്തിയത്? നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന് പല പ്രൊഡക്ട്സിനും വേണ്ടിയിട്ട് ട്രേഡ് നടത്തിയത് എങ്ങനെയായിരുന്നു അല്ലെ? അവർക്ക് വഴി അറിയണ്ടേ? അതിനുവേണ്ടി എന്തുണ്ടാക്കി എന്ന് പറയുന്ന മക്കളെ, മാപ്പ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് കേട്ടോ പറയുന്നത്. എന്ന് വെച്ചാല് പല ഏജസിലും പല ടൈപ്പ് ഓഫ് മാപ്പ് ആയിരിക്കും. മാപ്പിന് ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, ഓരോ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്ത് ബോട്ടിൽ വോയേജ് ഇതിന് ട്രേഡിന് വേണ്ടി വന്നവരും, അതുപോലെ തന്നെ പലതരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് ട്രേഡ് നടത്താൻ വന്നവരും ഈ മാപ്പിന്റെ അവരെന്ത് ചെയ്യും, വന്നു പോയവരുണ്ടാവല്ലോ, അവരെന്ത് ചെയ്യും, അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഈ മാപ്പില് മാർക്ക് ചെയ്തു വെക്കും. എന്ന് വെച്ചാല് മറ്റുള്ളവർക്ക് എന്താവും, അത് യൂസ്ഫുൾ ആവും ട്രേഡ് പേർപ്പസസിന് വേണ്ടി ആ രാജ്യങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ മാപ്പ് ഈ ട്രേഡ് വോയേജസിനെ സഹായിച്ചത് എന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ. ഓക്കെ, a section of the world map drawn by the geographer Al-Idrisi in the 12th century showing the Indian subcontinent from land to sea. ഈ ഒരു വേൾഡ് മാപ്പില് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ സീ ഏരിയ അതുപോലെ തന്നെ ലാൻഡ് ഏരിയ മാർക്ക് ചെയ്ത ഒരു ജോഗ്രഫർ ആയിരുന്നു ആര്? അൽ ഐഡ്രീസി എന്ന് പറയുന്ന ജോഗ്രഫർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വേൾഡ് മാപ്പാണ് ഇത്. ഇതിൽ മെയിൻ ആയിട്ട് ഓരോ സിംബൽസ് കണ്ടില്ല, ഓരോ ഇതിനനുസരിച്ചാണ് ലാൻഡ് ഏരിയ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സീ റൂട്ട് ഏരിയ മാർക്ക് ചെയ്തിരിക്കുന്നത് ആരാന്നാ പറയുന്നത്? 12th സെഞ്ചുറി, 12ാം നൂറ്റാണ്ടില് നമ്മുടെ ജോഗ്രഫർ ആയിട്ടുള്ള അൽ ഐഡ്രീസി എന്താണ് ഇതിൽ മാർക്ക് ചെയ്തത്? ഷോയിങ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഫ്രം ലാൻഡ് ടു സീ. നമ്മുടെ ലാൻഡ് ടു സീ എന്ന് വെച്ചാല് ലാൻഡ് റൂട്ടിലൂടെയും സീ റൂട്ടിലൂടെയും എങ്ങനെയൊക്കെ ട്രേഡ് പേർപ്പസസിന് വേണ്ടിയിട്ട് ഒരു വേൾഡ് മാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ് മക്കളെ? ജോഗ്രഫർ ആയിട്ടുള്ള അൽ ഐഡ്രീസി. ഏത് സെഞ്ചുറിയിലാണ് ഈ വേൾഡ് മാപ്പ് ഉണ്ടാക്കിയത്? 12th സെഞ്ചുറിയിലാണ് അല്ലെ. 12th സെഞ്ചുറിയിൽ ഇവിടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഫ്രം ലാൻഡ് ടു സീ ഏരിയാസ് ഒക്കെ ഈ ഒരു വേൾഡ് മാപ്പില് ജോഗ്രഫർ ആയിട്ടുള്ള അൽ ഐഡ്രീസി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ടൈമിൽ ഈ ടൈപ്പ് ഓഫ് മാപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആൻഡ് മാപ്പ് 2. ഈ ഒരു മാപ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് നോക്കിയാലോ. ദ മാപ്പ് ടു ദ സബ് കോണ്ടിനെന്റ് ഫ്രം ദ ഏർലി 18th സെഞ്ചുറി. നമ്മളെ ഫസ്റ്റ് മാപ്പ് ജോഗ്രഫർ അൽ ഐഡ്രീസിന്റെ മാപ്പ് ആയിരുന്നു. ഏത് സെഞ്ചുറിയിലാണ് അദ്ദേഹം ആ ഒരു മാപ്പ് ഉണ്ടാക്കിയത്? It was in 12th century. What about map 2? Map 2, it was in early 18th century. ന്റെ തുടക്കത്തിലാണ് മാപ്പ് 2 ഉണ്ടാക്കിയത്. എന്താണ്? It is in Atlas Novia of Guillermo de Isel. ഇതാണ് ഈ ഒരു സബ് കോണ്ടിനെന്റ് ഫ്രം ദ ഏർലി സെഞ്ചുറി. അറ്റ്ലസ് നോവിയ ഓഫ് ഗുലാമി ഡിൽ ഐസൽ. ആ ഒരു ഏരിയാസ് ഫുള്ള് കവർ ചെയ്യുന്ന തരത്തില് ഉള്ള പണ്ടത്തെ ഒരു മാപ്പാണ് ഇത്. ഓക്കെ, സബ് കോണ്ടിനെന്റ് ഫ്രം ദ ഏർലി 18th സെഞ്ചുറി എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന വേൾഡ് മാപ്പിന് എന്ത് വന്നു? അപ്ഗ്രേഡേഷൻ വന്നു അല്ലെ, അപ്ഡേഷൻ വന്നു. അപ്പൊ അതിനനുസരിച്ച് എന്തായി, പല നാഷൻസ് വേൾഡിലെ പല രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള 18th സെഞ്ചുറിയിൽ വേറൊരു മാപ്പ് വന്നു. അതാണ് ഇറ്റ് ഈസ് അറ്റ്ലസ് നോവിയ ഓഫ് ഗുലാമി ഡി ഐസൽ. ഓക്കെ, മാപ്പ് 1 വാസ് മെയ്ഡ് ഇൻ. നമ്മുടെ മാപ്പ് 1 ഇല്ലേ, അൽ ഐഡ്രീസിന്റെ മാപ്പ് എപ്പോഴാണ് അദ്ദേഹം ഉണ്ടാക്കിയത്? നമ്മൾ പറഞ്ഞു 12th സെഞ്ചുറിയിലാണ് എന്ന് പറഞ്ഞു. ഏത് വർഷമാണ് മക്കളെ? ഇറ്റ് ഈസ് ഇൻ 1154 അല്ലെ. 1154 അൽ ഐഡ്രീസ് ഏത് മാപ്പ് തയ്യാറാക്കിയത്? നമ്മുടെ വേൾഡ് മാപ്പ് തയ്യാറാക്കിയത്. ഓക്കെ, അതന്നെ അൽ ഐഡ്രീസി അറബ് ജിയോഗ്രഫർ ആണെന്നും കൂടെ ഓർക്കുക. മാപ്പ് 1 that shows that was made in 1154 and
ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ഹൂം? ആരാണ് അത് ഉണ്ടാക്കിയത് മക്കളെ? ഇറ്റ് ഈസ് അറബ് ജോഗ്രഫർ ആയിട്ടുള്ള അൽ ഐഡ്രീസി ആണ് ആ ഒരു മാപ്പ് ഉണ്ടാക്കിയത് അല്ലെ, ആദ്യത്തെ മാപ്പ്. ഓക്കെ, ആൻഡ് ദ സെക്ഷൻ reproduced here is a detail. ആ ഒരു മാപ്പില് അൽ ഐഡ്രീസി ഉണ്ടാക്കിയ ആ ഒരു വേൾഡ് മാപ്പ്, ഫസ്റ്റത്തെ മാപ്പ്, അതിൽ മെയിൻ ആയിട്ട് എന്തിന്റെ ഡീറ്റെയിൽ ആണ് ഉള്ളത്? ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഡീറ്റെയിൽ ആണ് ഫ്രം ഹിസ് ലാർജർ മാപ്പ് ഓഫ് ദി വേൾഡ്. അതില് മെയിൻ ആയിട്ട് ഹിയർ ഇസ് എ ഡീറ്റെയിൽ ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഫ്രം ഹിസ് ലാർജർ മാപ്പ് ഓഫ് ദി വേൾഡ് അല്ലെ. ഈ ഒരു സെക്ഷനിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ലാൻഡ് ഏരിയാസും സീ റൂട്ട് ഏരിയാസും ഒക്കെ കറക്റ്റ് ആയിട്ട് ആര് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്ന കുട്ടികളെ? അൽ ഐഡ്രീസി എന്ന് പറയുന്ന 12th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന അൽ ഐഡ്രീസി പറയുന്ന ജോഗ്രഫർ അദ്ദേഹത്തിന്റെ വേൾഡ് മാപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഓക്കെ, മാപ്പ് 2. രണ്ടാമത്തെ മാപ്പിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്ത് നോക്കിയാലോ? ഇറ്റ് വാസ് മെയ്ഡ് ഇൻ, അത് എപ്പോഴാണ് മക്കളെ അത് ഉണ്ടാക്കിയത്? മാപ്പ് 2 ഇറ്റ് വാസ് ഇൻ 1720s, 1720കളിലാണ് മാപ്പ് 2 ഉണ്ടാക്കിയത്. രണ്ടാമത്തെ മാപ്പ്, ഒന്ന് ഫസ്റ്റ് മാപ്പിന് അപ്ഡേഷൻ വന്നു, എന്നിട്ട് രണ്ടാമത്തെ മാപ്പ് ഉണ്ടാക്കിയത് 1720ലാണ് ഓർക്കുക കേട്ടോ. ആൻഡ് അത് ആരാണ് ഉണ്ടാക്കിയത്? ഒരു ഫ്രഞ്ച് കാർട്ടോഗ്രാഫർ ആണ് സെക്കൻഡ് മാപ്പ് ഉണ്ടാക്കിയത് കേട്ടോ. അത് ശ്രദ്ധിക്കാം. മാപ്പ് 1 ഇറ്റ് വാസ് മെയ്ഡ് ഇൻ 1154. ആരാണ് അത് ഉണ്ടാക്കിയത്? ഇറ്റ് ഈസ് അറബ് ജോഗ്രഫർ ആയ അൽ ഐഡ്രീസി ആണ് മാപ്പ് 1, ഫസ്റ്റ് മാപ്പ്, നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഡീറ്റെയിൽ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത മാപ്പ് ഉണ്ടാക്കിയത്. ഓക്കെ, സെക്കൻഡ് മാപ്പ് ഇറ്റ് ഈസ് ഇൻ 1720ലാണ് ഉണ്ടാക്കിയെന്ന് ഓർക്കുക കുട്ടികളെ. എപ്പോഴാണ് അത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ 1720s എന്ന് പറയാ. ആരാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ എന്ത് പറയും മക്കളെ? ഇറ്റ് ഈസ് ഫ്രഞ്ച് കാർട്ടോഗ്രാഫർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ. Okay, and two maps are quite different in though they are of the same area. നമുക്കറിയാം ആദ്യത്തെ മാപ്പും പിന്നെ അത് അപ്ഡേഷൻ വന്ന മാപ്പും വളരെ വ്യത്യസ്തത ഉള്ളതായിരിക്കും നമുക്കറിയാം. പക്ഷേ അത് രണ്ടെണ്ണത്തിനും ഒരു സിമിലാരിറ്റി ഉണ്ട്. എന്താണ്? ദേ ആർ ഓഫ് ദി സെയിം ഏരിയ. രണ്ടുപേരും മക്കളെ, രണ്ട് മാപ്പും എന്താണ്? സെയിം ഏരിയ ആണ്. പക്ഷെ അതിലുള്ള പല ചേഞ്ചസും അതിലുള്ള കണ്ടന്റ്സിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഏരിയയില്, രണ്ട് മാപ്പിന്റെയും ഏരിയയില് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, in Al Idrisi map, South India is where we would expect to find. North India and Sri Lanka is the island at the top. ഇപ്പൊ അൽ ഐഡ്രീസിന്റെ മാപ്പിലാണെങ്കിൽ നോർത്ത് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, നോർത്ത് ഇന്ത്യ അതുപോലെ തന്നെ ശ്രീലങ്ക ഒക്കെ എവിടെയാണ്? ഐലൻഡ് അറ്റ് ദ ടോപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ അൽ ഐഡ്രീസി മാപ്പ് കുട്ടികൾ ശ്രദ്ധിക്കുക. അൽ ഐഡ്രീസി മാപ്പില് നമുക്ക് നോർത്ത് ഇന്ത്യ റീജിയൻസ് മാർക്ക് ചെയ്യണമെങ്കിൽ ശ്രീലങ്ക ഒക്കെ എവിടെയായിട്ടാണ് അവർ മാർക്ക് ചെയ്തത്? ദേ ആർ അറ്റ് ദ ടോപ്പിലാണ്, ടോപ്പ് മാപ്പിന്റെ ടോപ്പിലായിട്ടാണ് അത് മാർക്ക് ചെയ്തത് എന്നാണ് പറയുന്നത്. ഓക്കെ, and the place names are marked in Arabic. Al Idrisi എന്ന് പറയുന്ന ഒരു അറബ് ജോഗ്രഫർ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്ലേസസും ഏത് ലാംഗ്വേജിലാണ് അദ്ദേഹം മാപ്പിൽ മാർക്ക് ചെയ്ത കുട്ടികളെ? ഇറ്റ് ഈസ് ഇൻ അറബിക് ലാംഗ്വേജ് അല്ലെ. അദ്ദേഹത്തിന്റെ അറബി ഭാഷയിൽ തന്നെയാണ് എല്ലാ പ്ലേസസും അദ്ദേഹം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തത്. പിന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യ, ശ്രീലങ്ക ഒക്കെ ഐലൻഡ് അറ്റ് ദ ടോപ്പ്, ഇതൊക്കെ ടോപ്പിലായിട്ടാണ് അൽ ഐഡ്രീസി എന്ന് പറയുന്ന ജോഗ്രഫർ നമ്മുടെ നോർത്ത് ഇന്ത്യയും ശ്രീലങ്കയും ഒക്കെ ടോപ്പിലാണ് അദ്ദേഹം മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ലൊക്കേഷൻ. വാട്ട് അബൌട്ട് പ്ലേസ് നെയിംസ്? പ്ലേസ് നെയിംസ് ഒക്കെ അദ്ദേഹം മാർക്ക് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അറബിക് ലാംഗ്വേജിലാണ് എന്നും കൂടെ മക്കൾ ഓർക്കണം. അൽ ഐഡ്രീസി എന്ന് പറയുന്ന ജോഗ്രഫർ ഒരു അറബ് റീജിയനിലുള്ള ആളായതുകൊണ്ട് അദ്ദേഹം എല്ലാ പ്ലേസസിന്റെ, അദ്ദേഹത്തിന്റെ വേൾഡ് മാപ്പില് എല്ലാ പ്ലേസസിന്റെയും നെയിംസ് അറബിക് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളതും കൂടെ ഓർക്കുക കേട്ടോ. ആൻഡ് ദർ ആർ സം വെൽ നോൺ നെയിംസ്. അപ്പൊ അറബിക് ലാംഗ്വേജിലാണ് പല പ്ലേസസ്, പല സ്റ്റേറ്റിലുള്ള പ്ലേസസിനെ എന്ത് ചെയ്തത്? മാർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് ടീച്ചർ പറഞ്ഞില്ലേ. അപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കാം, ചില വെൽ നോൺ നെയിംസ് ഉണ്ട്. ഇറ്റ് ഈസ് കനൌജ് ഇൻ ഉത്തർപ്രദേശ്, സ്പെൽഡ് in the map as Kanauj.
ഗനൌജ് അല്ലെ എന്ന് വെച്ചാല് ചില വെൽ നോൺ നെയിംസ് ഉണ്ട്. ഇപ്പോ കനൌജ് എന്ന് പറയുന്ന പ്ലേസ് ഉത്തർപ്രദേശത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് അറബിയിലേക്ക് വരുമ്പോ ഇറ്റ് ഇസ് ഗനൌജ് എന്നാണ് വരിക. കനൌജ് എന്ന പേര് ഗനൌജ് എന്നുള്ള പേരാണ് അറബിക്കിലേക്ക് വരുമ്പോ ഈ മാപ്പിൽ പറയുന്ന നെയിംസ്. ഓക്കെ, അപ്പൊ അത് ഓർക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ അൽ ഐഡ്രീസി മാപ്പിൽ പറയുന്നത്. ഓക്കെ, അദ്ദേഹം ഒരു അറബ് ജോഗ്രഫർ ആണ്. അദ്ദേഹത്തിന്റെ വേൾഡ് മാപ്പിലെ എല്ലാ പ്ലേസസും മാർക്ക് ചെയ്തിട്ടുള്ളത് ഏത് ലാംഗ്വേജിലാണ് കുട്ടികളെ? ഇറ്റ് ഈസ് ഇൻ അറബ് ലാംഗ്വേജിലാന്ന് ഓർക്കുക. പിന്നെ ഇപ്പൊ ഉത്തർപ്രദേശിലെ ഒരു പ്ലേസ് ആയിട്ടുള്ള കനൌജ് എന്നുള്ള പ്ലേസ് അറബിയിലേക്ക് വരുമ്പോ അത് ഏത് നെയിമായിട്ട് മാറും മക്കളെ? ഇറ്റ് ഈസ് ഗനൌജ് എന്നാവും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ മാപ്പ് 2 കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ മക്കളെ? മാപ്പ് 2 വാസ് മെയ്ഡ് നിയർലി 600 years after മാപ്പ് 1. മാപ്പ് 1 ഉണ്ടാക്കിയതിന് ശേഷം 600 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കുട്ടികളെ മാപ്പ് 2 വന്നത്. ഓക്കെ, 600 years after മാപ്പ് 1 ആണ് മാപ്പ് 2 വന്നതെന്ന് ഓർക്കുക. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ സബ് കോണ്ടിനെന്റ് ഹാഡ് ചേഞ്ച്ഡ് കൺസിഡറബിളി. എന്ന് വെച്ചാല് വേൾഡ് മാപ്പ് ഫസ്റ്റ് അൽ ഐഡ്രീസി എന്ന് പറയുന്ന അറബ് ജോഗ്രഫർ നമ്മൾ അറിഞ്ഞു. അദ്ദേഹത്തിന്റെ അറബ് ലാംഗ്വേജിലെ എല്ലാ പ്ലേസസും അദ്ദേഹം മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെയുള്ള കാലഘട്ടത്ത് 600 വർഷങ്ങൾക്ക് ശേഷം മാപ്പ് 2 വരാൻ കാരണം എന്തായിരിക്കും? കുറെ ചേഞ്ചസ് പല നാഷൻസിനും വന്നു. അപ്പൊ കുറെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യേണ്ടി വരും? മാപ്പിലൊക്കെ മാർക്ക് ചെയ്യേണ്ടി വരും അല്ലെ കുട്ടികളെ? അപ്പൊ അതിനു വേണ്ടിയിട്ടായിരുന്നു മാപ്പ് 2ന്റെ ഒരു ഡെവലപ്മെന്റ് വന്നത്. ഓക്കെ, ദിസ് മാപ്പ് സീംസ് മോർ ഫെമിലിയർ ടു അസ്. ഈ ഒരു മാപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു മാപ്പാണ് കേട്ടോ കുട്ടികളെ. ഓക്കെ, ആൻഡ് the coastal areas in particular are surprisingly detailed. പല നാഷനിലുമുള്ള കോസ്റ്റൽ ഏരിയാസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മാപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, the coastal areas in particular are surprisingly detailed in map 2 എന്ന് മനസ്സിലാക്കുക കേട്ടോ. And this map was used by European sailors. ഓക്കെ, യൂറോപ്യൻ സെയിലേഴ്സ് ഒക്കെ ട്രേഡ് നടത്താൻ വേണ്ടി പല നാഷൻസിലേക്ക് വരും. അപ്പൊ ഈ ഒരു മാപ്പാണ് യൂസ് ചെയ്ത് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കിട്ടി. എവിടൊക്കെ പോകണം, ഏത് വഴിയിലൂടെ പോകണം, ലാൻഡ് വേ ആണെങ്കിലും ലാൻഡ് റൂട്ട് ആണെങ്കിലും സീ റൂട്ട് ആണെങ്കിലും അവർക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടി. ഏതൊക്കെ റീജിയൻസിലൂടെ ഏതൊക്കെ വഴിയിലൂടെ പോയാൽ അവിടെ എത്തിപ്പെടാം എന്നുള്ളത് വന്നത് ഈ മാപ്പ് 2 വന്നതിന് ശേഷമാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞു മാപ്പ് 2 was used by European voyagers and merchants in order to sell their products and they are used for their trade purposes. Okay, അപ്പൊ next the new and old terminologies. പണ്ട് നമ്മൾ യൂസ് ചെയ്ത ടെർമിനോളജീസ്, ഇന്ന് നമ്മൾ യൂസ് ചെയ്ത ടെർമിനോളജീസ് എന്ന് വെച്ചാല് പണ്ടത്തെ മാപ്പും ഇപ്പത്തെ മാപ്പും എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് വന്നത് എന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ? ഓക്കെ, ആൻഡ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് എക്സിസ്റ്റ് അല്ലെ? പലതരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്, പല ഈവന്റ്സ് അല്ലെ, പല യുദ്ധങ്ങൾ നടന്നിട്ടുള്ള റെക്കോർഡ്സ്, ചരിത്രപരമായിട്ടുള്ള എല്ലാ റെക്കോർഡിങ്സും നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ? പല ലാംഗ്വേജസിൽ അല്ലെ, പല നാഷനിൽ നടക്കുമ്പോൾ പല ലാംഗ്വേജസിലായിരിക്കും അതിലുള്ള അവിടെ നടന്നിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നത് അല്ലെ കുട്ടികളെ? അപ്പൊ പക്ഷേ അത് ഓരോ വർഷങ്ങൾ തോറും അതിന് വലിയ വലിയ ചേഞ്ചസ് ആണ് വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് മിഡീവൽ പേർഷ്യൻ ഫോർ എക്സാമ്പിൾ ഇസ് ഡിഫറെന്റ് ഫ്രം മോഡേൺ പേർഷ്യൻ. ഇപ്പൊ മിഡീവൽ പേർഷ്യൻ ഹിസ്റ്ററി പല അപ്ഡേഷൻസ് വന്നിട്ട് അതെന്ത് ചെയ്യും? മോഡേൺ പേർഷ്യൻ അതിൽ നിന്നും വലിയൊരു വ്യത്യാസമായിരിക്കും ഉണ്ടാവുക അല്ലെ? ഇപ്പൊ മിഡീവൽ ആയിട്ടുള്ള പേർഷ്യൻ മാപ്പ് അതായിരിക്കില്ല ഇപ്പത്തെ മോഡേൺ പേർഷ്യൻ മാപ്പ് എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും? പല ചേഞ്ചസ് വന്നിട്ടുണ്ടാവും അല്ലെ? പല റീജിയൻസും ഡെവലപ്ഡ് ആയിട്ടുണ്ടാവും. അതൊക്കെ മാപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പിന്നെ പലതരത്തിലുള്ള അല്ലെ അപ്ഡേഷൻസ് വന്നതിന് ശേഷമായിരിക്കും. ഓക്കെ, അതാണ് ഈ ഒരു എക്സാമ്പിൾ പറയുന്നത്. മിഡീവൽ പേർഷ്യൻ ഫോർ എക്സാമ്പിൾ ഈസ് ഡിഫറെന്റ് ഫ്രം മോഡേൺ പേർഷ്യൻ അല്ലെ? പണ്ടത്തെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ, പല ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലെ? നമുക്ക് 28 സ്റ്റേറ്റ്സ് പിന്നെ 29 സ്റ്റേറ്റ്സ് ആയി, പിന്നെ മാപ്പിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ മാപ്പില്
അപ്ഡേഷൻസ് അല്ലെ വന്നു. അങ്ങനെയാണ് മാപ്പിന് പല ചേഞ്ചസ് വരാം അല്ലെ. ഓക്കെ, the difference is not just with grammar and vocabulary. എന്ന് വെച്ചാല് പല നാഷൻസിന്റെ മാപ്പ് അവരുടെ റീജിയണൽ ലാംഗ്വേജസിലായിരിക്കും എഴുതപ്പെടുക എന്ന് പറയും അല്ലെ. അപ്പോ ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ നടന്നിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ മൂലം മാത്രമല്ല വ്യത്യാസങ്ങൾ വരിക എന്നാണ് കേട്ടോ കുട്ടികൾ പറയുന്നത്. അതുകൂടാതെ അവരുടെ ഭാഷയിൽ വരുന്ന ഗ്രാമർ, അതുപോലെ തന്നെ വൊക്കാബുലറി, അവർ ചൂസ് ചെയ്ത പ്രൊനൗൺസിയേഷനിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് പറയും പോലെയാണോ അമേരിക്കൻ ഇംഗ്ലീഷ് പറയുന്നത്? അമേരിക്കൻ ഇംഗ്ലീഷ് പറയും പോലെയാണോ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്? ഭാഷയിൽ പലതരത്തിൽ വൊക്കാബുലറിയിൽ പ്രൊനൗൺസിയേഷനിൽ പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ട് അല്ലെ മക്കളെ. ഓക്കെ, and the meanings of words also change over time. നമ്മൾ ഒരു വേർഡ് പറയുമ്പോൾ, ഇന്ത്യൻ വേർഡ് പറയുമ്പോൾ അത് ഓപ്പോസിറ്റ് വേർഡ് ആയിരിക്കും എവിടെ? ചില ആഫ്രിക്കൻ റീജിയൻസില്, അമേരിക്കയിലൊക്കെ അതിന്റെ വേർഡ്സിലും അത് സ്പെല്ലിങ്സിലും അത് വ്യത്യാസം വരാം അല്ലെ മക്കളെ. ഓക്കെ, and take the term ഹിന്ദുസ്ഥാൻ. നമുക്ക് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു ടേം എടുത്താലോ? ഓക്കെ, ഫോർ എക്സാമ്പിൾ, ടുഡേ വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആസ് ഇന്ത്യ. പണ്ട് ഹിന്ദുസ്ഥാൻ എന്ന പേരായിരുന്നു നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടായിരുന്നതെന്ന് മക്കൾക്ക് ആർക്കൊക്കെ അറിയാം? ഓക്കെ, ആൻഡ് ദ മോഡേൺ നാഷണൽ സ്റ്റേറ്റ് ആയിട്ട് ഇപ്പൊ മാറാൻ പല സ്ട്രഗിൾസ് എടുക്കേണ്ടി വന്നു അല്ലെ. പണ്ട് കാലത്ത് നമ്മുടെ ഇന്ത്യ ഹിന്ദുസ്ഥാൻ എന്നായിരുന്നു അറിയപ്പെട്ടത്. റീജിയണൽ ബേസ്ഡ് ആയിരുന്നു അന്ന് നാഷൻസ് അറിയപ്പെട്ടിരുന്നത് അല്ലെ. അപ്പോ ഹിന്ദുസ്ഥാൻ ആണെങ്കിൽ ഇപ്പോൾ എന്താണ്? ഇന്ത്യ എന്ന പേരിലാണ് അല്ലെ മക്കളെ അറിയപ്പെടുന്നത്. When a term was used in the 13th century, ഈ ഹിന്ദുസ്ഥാൻ എന്നൊരു ടേം കൊണ്ടുവന്ന ആരായിരുന്നു? ഇറ്റ് ഈസ് മിൻഹാജ് ഐ സിറാജ് ആയിരുന്നു കൊണ്ടുവന്നത്. അതിനെ 13ാം നൂറ്റാണ്ടില് മിൻഹാജ് ഐ സിറാജ്, എ ക്രോണിക്കിളർ ഹു റോട്ട് ഇൻ പേർഷ്യനിൽ എഴുതിയ ഒരു ഇതിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഹിന്ദുസ്ഥാൻ എന്നൊരു ടേം നമുക്ക് ഡെവലപ്പ് ചെയ്ത് തന്നത് ആരായിരുന്നു? ഇത് 13ാം നൂറ്റാണ്ടില് മിൻഹാജ് ഐ സിറാജ് എന്ന് മക്കൾ ഓർക്കുക കേട്ടോ. മിൻഹാജ് ഐ സിറാജ് ആണ്. അദ്ദേഹം ഒരു ക്രോണിക്കിളർ ആയിരുന്നു. എല്ലാ ന്യൂസ് പേപ്പേഴ്സും ക്രോണിക്കിൾസ് എഴുതുന്ന, എല്ലാവിധ ആർട്ടിക്കിൾസ് എഴുതുന്ന ആളായിരുന്നു. ആര്? മിൻഹാജ് ഐ സിറാജ് എന്ന് ഓർക്കുക. ഓക്കെ, ആൻഡ് ഹി meant that areas of Punjab, Haryana, the lands between the Ganga and Yamuna. ഓക്കെ, ഇദ്ദേഹം വിചാരിച്ചത് എന്താന്ന് വെച്ചാല് the areas of Punjab, Haryana and the lands between the Ganga and Yamuna. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഇതില് ദ ഏരിയാസ് ആയിട്ടുള്ള പഞ്ചാബ് ആയിക്കോട്ടെ, ഹരിയാന, ദ ലാൻഡ്സ് ബിറ്റ്വീൻ ഗംഗ ആൻഡ് യമുന, അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇതിൽ എന്താ പറയാ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ടേം അല്ലെ. പിന്നെ പല സ്റ്റേറ്റ്സ് ഡെവലപ്ഡ് ആയിട്ടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു നാഷൻ സ്റ്റേറ്റ് ആയിട്ട്, ഇപ്പോഴത്തെ മോഡേൺ നാഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറിയത് അല്ലെ. അദ്ദേഹം അതുപോലെ തന്നെ മിൻഹാജ് ഐ സിറാജ് 13th സെഞ്ചുറിയിലെ ക്രോണിക്കിളർ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയത് ഏത് ലാംഗ്വേജിലാണ് മക്കളെ? പേർഷ്യൻ ലാംഗ്വേജസിലാണ് അല്ലെ. ഓക്കെ, and he used the term in a political sense for lands that were a part of the dominions of Delhi Sultan. എന്ന് വെച്ചാല് ഇദ്ദേഹം ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ടേമിലായിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന ടേം, ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത്. ഇറ്റ് ഈസ് ആ ഒരു ടൈമിൽ ഇന്ത്യ ഭരിച്ചത് ഡൽഹി സുൽത്താനേറ്റ് ആയിരുന്നു. ഓക്കെ, ഹി യൂസ് ദ ടേം ഇൻ എ പൊളിറ്റിക്കൽ സെൻസ്. എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സെൻസ് ആയിട്ട് മാറാൻ കാരണം ഒരു റിലീജിയൻ ബേസ്ഡ് ആയിട്ടായിരുന്നു ആ ഒരു ടേം ഹിന്ദുസ്ഥാൻ വന്നത്. പിന്നെയല്ലേ ഇപ്പോഴത്തെ മോഡേൺ സ്റ്റേറ്റ് ആയിട്ട് നമ്മുടെ മോഡേൺ നാഷൻ സ്റ്റേറ്റ് ആയിട്ട് ഇന്ത്യ എന്നുള്ള ടേമിലേക്ക് വന്നത് അല്ലെ. Okay, he used the term in a political sense that were a part of dominate. അപ്പോ നമ്മുടെ ഇന്ത്യ വെച്ചിരുന്നത് ഡൽഹി സുൽത്താൻ ആയിരുന്നു. Okay, the areas included in this term shifted with the extent of sultanate, but the term never included South India. Okay, ഈ ഒരു ഏരിയാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തത് ഈ ഒരു ടേമിലായിരുന്നു. ഏതൊക്കെ ടേം? ഇറ്റ് ഇസ് ഷിഫ്റ്റഡ് വിത്ത് ദ എക്സ്റ്റെന്റ് ഓഫ് സുൽത്താനേറ്റ്, ബട്ട് ദ ടേം നെവർ ഇൻക്ലൂഡഡ് സൗത്ത് ഇന്ത്യ.
എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ടേം അപ്പോ നിലവിൽ വന്നിരുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ഇൻ ദ ഏർലി 16th century, അങ്ങനെ 16ാം നൂറ്റാണ്ടായപ്പോൾ ബാബർ യൂസ്ഡ് ഹിന്ദുസ്ഥാൻ. ബാബർ അവിടെ ഭരിച്ചപ്പോ, നമ്മുടെ ഇന്ത്യ ഭരിച്ചപ്പോ അദ്ദേഹം ഹിന്ദുസ്ഥാൻ എന്നുള്ള ടേം യൂസ് ചെയ്തു. ആര് മിൻഹാജ് യൂസ് ചെയ്ത ഇതേ ടേം, മിൻഹാജ് ഐ സിറാജ് യൂസ് ചെയ്ത ഇതേ ടേം ആര് യൂസ് ചെയ്തു എന്നാ പറയുന്നത്? അന്നത്തെ റൂളർ ആയിട്ടുള്ള ബാബർ യൂസ് ചെയ്തെന്നാട്ടോ പറയുന്നത്. എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്ത മക്കളെ? നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി ആൻഡ് ദ ഫോണ ആൻഡ് ദ കൾച്ചർ, നമ്മുടെ സംസ്കാരത്തിനെ, നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള എല്ലാ കാര്യത്തിനെയും വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ എന്നൊരു ടേം ആവശ്യകതമായിരുന്നു അല്ലെ? ആൻഡ് ഇൻ ഓർഡർ ടു ഡിസ്ക്രൈബ് ദ geography and the fauna and the culture of the inhabitants of the subcontinent, നമ്മുടെ ഇന്ത്യയിൽ കഴിയുന്ന പലതരത്തിലുള്ള സംസ്കാരത്തിലുള്ളവരെ നമുക്ക് ഡെപ്പിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫോണ അല്ലെ ആൻഡ് ജോഗ്രഫി, അതൊക്കെ ടോപ്പോഗ്രഫി ഒക്കെ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബാബർ എന്ന് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ്, ആൻഡ് ദ 14th century poet ആയിട്ടുള്ള, അങ്ങനെ 14ാം നൂറ്റാണ്ടിലെ ഒരു കവിയായിരുന്നു ആര്? അമീർ ഖുസ്രു. അമീർ ഖുസ്രു 14th century 14ാം നൂറ്റാണ്ടിലെ ഒരു പോയറ്റ് ആയിരുന്നു. ആര് മക്കളെ? അമീർ ഖുസ്രു. അദ്ദേഹം യൂസ് ചെയ്തു ഏത് ടേം? ഹിന്ദ് എന്നൊരു ടേം അദ്ദേഹം യൂസ് ചെയ്തു. നമ്മൾ പറഞ്ഞു ബാബർ യൂസ് ചെയ്തു ഏത് ടേം? നമ്മുടെ ഹിന്ദുസ്ഥാൻ എന്ന ടേം യൂസ് ചെയ്തു. എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാ മക്കളെ? നമ്മുടെ ജോഗ്രഫി, ഫോണ ആൻഡ് കൾച്ചർ ഓഫ് ഡിഫറെന്റ് പീപ്പിൾ ദാറ്റ് were living in our Indian subcontinent ലെ. ആൻഡ് നമ്മുടെ 14th century പോയറ്റ് ആയിട്ടുള്ള അമീർ ഖുസ്രു ഏത് ടേം ആണ് യൂസ് ചെയ്ത മക്കളെ? ഹിന്ദ് എന്ന് പറയുന്ന ടേം ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, the idea of a geographical and cultural entity like India did exist. The term Hindustan did not carry political and national meaning which we associate with it today. എന്ന് വെച്ചാല് നമ്മൾ അന്ന് യൂസ് ചെയ്ത് നമ്മുടെ ജോഗ്രഫിക്കൽ അല്ലെ കൾച്ചറൽ എൻറ്റിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന തരത്തിലായിരുന്നു അന്ന് ഹിന്ദുസ്ഥാൻ യൂസ് ചെയ്ത. പക്ഷേ അതിൽ നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളോ അത് ദേശീയതയെ ഇതാക്കിയെടുക്കുന്ന കാര്യങ്ങളൊന്നും അതിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യ എന്നൊരു നെയിം അല്ലെ, ആഫ്റ്റർ ദ അപ്ഡേഷൻ ഓഫ് ഹിന്ദുസ്ഥാൻ അല്ലെ, ഹിന്ദുസ്ഥാൻ എന്നൊരു ടേം കഴിഞ്ഞിട്ട് ഇന്ത്യ എന്നൊരു നെയിം വന്നപ്പോഴാണ് അത് രാഷ്ട്രീയപരമായിട്ടും അതേമാതിരി ദേശീയതയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ടേം ആയിട്ടും ഇന്ത്യ എന്നുള്ള ടേം ആയത് അല്ലെ. ഇത് ദ ഐഡിയ ഓഫ് എ ജോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ എൻറ്റിറ്റി ലൈക്ക് ഇന്ത്യ അല്ലെ, അന്ന് ഹിന്ദുസ്ഥാൻ ആയിരുന്നു ജോഗ്രഫി ആൻഡ് കൾച്ചറൽ എൻറ്റിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു പറഞ്ഞത്. പക്ഷെ ഹിന്ദുസ്ഥാൻ എന്നൊരു ടേമിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ദേശീയതയെ ഉയർത്തുന്ന എന്തെങ്കിലും ടേം വരുന്നില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഹിന്ദുസ്ഥാൻ എന്നൊരു ടേം അപ്ഡേറ്റഡ് ആയിട്ട് മക്കളെ ഏതൊരു ടേം വന്നത്? ഇന്ത്യ എന്ന് പറയുന്ന ടേം വന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കുക, entity like India, Hindustan. Okay, next one. Historians today have to be careful about the terms they use because they meant different things in the past. എന്താണ് ഇതിൽ പറയുന്നത്? ഇപ്പൊ ചരിത്രകാരന്മാരുണ്ടാവല്ലോ, പലതില് റിസർച്ച് നടത്തുന്നവരുണ്ടാവും. അപ്പൊ പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ച് നടത്തുന്നവരും ഇപ്പത്തെ കാര്യങ്ങളും കമ്പയർ ചെയ്ത് നടത്തുന്നവരും ഉണ്ടാവും, പാസ്റ്റും പ്രസന്റും. അപ്പൊ അവർ യൂസ് ചെയ്യുന്ന വേർഡ്സില് എന്തുണ്ടാവും? ഡിഫറെന്റ് മീനിങ് ആയിരിക്കും. പല കാലഘട്ടത്ത് പല മീനിങ് ആയിരിക്കും ഒരു വേർഡിന് ഉണ്ടാവുക, ഓരോ സംഭവങ്ങൾക്ക് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കണം എന്നാണ് കേട്ടോ കുട്ടികളെ പറയുന്നത്. ഓക്കെ, ടേക്ക് ഫോർ എക്സാമ്പിൾ എ സിമ്പിൾ ടേം ലൈക്ക് ഫോറിനേഴ്സ്. പണ്ട് ഫോറിനേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് ഡിനോട്ട് ചെയ്തിരുന്നത്? ഇപ്പൊ ഫോറിനേഴ്സ് എന്ന് പറയുമ്പോൾ ആരെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? ഒന്ന് നോക്കിയാലോ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടുഡേ to mean someone who is not an Indian അല്ലെ. എന്ന് വെച്ചാൽ ഇന്ത്യൻ അല്ലാത്ത ആളുകളെ അല്ലെ, ഇന്ത്യൻ സിറ്റീസൺ അല്ലാത്ത ആളുകളെ നമ്മൾ ഫോറിനേഴ്സ് എന്നാണ് ഇപ്പോൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ മക്കളെ. പക്ഷെ പണ്ടത്തെ കാലഘട്ടത്ത് എങ്ങനെയായിരുന്നു? ഫോറിനർ എന്ന് പറയുമ്പോൾ എനി സ്ട്രേഞ്ചർ ഹു അപ്പിയർഡ് stay in a given village, someone who was not a part of society or culture.
നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ലാത്ത, നമ്മുടെ സൊസൈറ്റിന്റെ ഭാഗമല്ലാത്ത ആളുകളെ നമ്മൾ അന്ന് എന്തായാലും ഫോറിനർ ആയിട്ടാണ് കണ്ടത്, അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ആയിട്ടാണ് കണ്ടത്. നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, അല്ലെ, ബ്രിട്ടീഷുകാരെ നമ്മൾ സ്ട്രേഞ്ചർ ആയിട്ടാണ് കണ്ടത്, ഫോറിനർ ആയിട്ടാണ് കണ്ടത്. പക്ഷെ ഇപ്പൊ ഫോറിനർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, അല്ലെ, നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ആളുകളെ, ഇറ്റ് ഈസ് മീൻ സമ്മൺ ഹു ഇസ് നോട്ട് ആൻ ഇന്ത്യൻ അല്ലാത്ത ആളുകളെയാണ് നമ്മൾ ഫോറിനർ എന്ന് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ. ആൻഡ് ഇൻ ഹിന്ദി എന്ന ലാംഗ്വേജ്, ഇപ്പോൾ പല ലാംഗ്വേജിൽ പല വേർഡ്സിലും ഡിഫറെന്റ് മീനിങ്സ് ആയിരിക്കും എന്ന് ടീച്ചർ പറഞ്ഞില്ലേ കുട്ടികളെ. അപ്പൊ ഫോർ എക്സാമ്പിൾ നോക്ക്, ഹിന്ദിയില് the term Pardesi might be used to describe such a person, and in Persian it is അജ്നബി. അജ്നബി എന്നുള്ള ടേമിലാണ് യൂസ് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. ഹിന്ദിയിൽ പറയുന്ന ടേം, ഇപ്പൊ ഫോറിനറിനെ ഹിന്ദിയിൽ നമ്മൾ പർദേശി എന്നാണ് പറയാ. ആൻഡ് ഇറ്റ് ഈസ് ഇൻ പേർഷ്യൻ ലാംഗ്വേജിൽ ഫോറിനർ നമ്മൾ പറയുന്ന ടേം എന്താണ് മക്കളെ? ഇറ്റ് ഈസ് അജ്നബി എന്നാണ്. അതാണ് വ്യത്യാസം. പല ലാംഗ്വേജിൽ പല വേർഡ്സ്, ഫോറിനർ എന്ന് ഇംഗ്ലീഷ് പറയുമ്പോൾ ഹിന്ദിയിൽ ആ ഒരു വേർഡ് പർദേശി എന്നാവും. പേർഷ്യൻ ലാംഗ്വേജിൽ അത് അജ്നബി എന്നുള്ള വേർഡാണ്. പല ലാംഗ്വേജിൽ ഒരു വേർഡിന് പല മീനിങ്സ് ആയിരിക്കും, പല അർത്ഥങ്ങളായിരിക്കും, അല്ലെ? ഓക്കെ. ആൻഡ് എ സിറ്റി ഡ്വെല്ലർ, പട്ടണങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ നമ്മൾ എന്തൊക്കെ പറയും? ഫോറസ്റ്റ് ഡ്വെല്ലർ ആസ് എ ഫോറിനർ, അല്ലെ? എന്ന് വെച്ചാൽ സിറ്റി ഡ്വെല്ലറിനെ നമ്മൾ ഫോറിനർ എന്നാണ് പറയുക. പട്ടണങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ചേക്കേറുന്ന ആളുകളെയും നമ്മൾ എന്ത് ടേമില് ഡിനോട്ട് ചെയ്യാൻ തുടങ്ങി എന്നാണ് മക്കളെ പറയുന്നത്? ഫോറിനർ എന്നുള്ള ടേമില് ഡിനോട്ട് ചെയ്യാൻ തുടങ്ങി എന്നാണ് കേട്ടോ പറയുന്നത്. ബട്ട് 2 peasants living in the same village were not foreigners to each other. എന്ന് വെച്ചാൽ ഒരേ ഗ്രാമത്തിൽ ജീവിക്കുന്ന 2 പെസൻസ് അവരെന്തല്ല? ഫോറിനേഴ്സ് അല്ല. എന്തുകൊണ്ടാണ്? അവർ ആദ്യം ഉള്ളവരാണ്. പക്ഷെ പുറത്തു നിന്ന് വരുന്ന ആളുകള് അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ വരുമ്പോൾ, ഇപ്പൊ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ വരുമ്പോൾ അവരെന്താണ്? നമ്മൾക്ക് ഫോറിനർ ആണ്. ബിക്കോസ് ദേ ആർ നോട്ട് an ഇന്ത്യൻ സിറ്റിസൺ, അല്ലെ? ഓക്കെ, അതാണ് വ്യത്യാസം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്? മാപ്സിനെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെ മാപ്സ് ആണ് മക്കളെ നമ്മൾ പറഞ്ഞത്? മാപ്പ് 1, അല്ലെ? മാപ്പ് 1 എന്ന് പറയുന്നത് വേൾഡ് മാപ്പാണ്. ആരതായിരുന്നു ആ വേൾഡ് മാപ്പ്? അറബ് ജോഗ്രഫർ ആയിട്ടുള്ള അൽ ഐഡ്രീസിന്റെ മാപ്പിനെ കുറിച്ചാണല്ലേ നമ്മൾ ഈ ഒരു സെഷൻ തുടങ്ങിയത് തന്നെ. ആ ഒരു വേൾഡ് മാപ്പിൽ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്രം ലാൻഡ് ടു സീ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാതും അദ്ദേഹം ഒരു അറബ് ജോഗ്രഫർ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്ലേസസും മാർക്ക് ചെയ്തത് ഏത് ലാംഗ്വേജിലാണ് മക്കളെ? ഇറ്റ് ഈസ് ഇൻ അറബ് ലാംഗ്വേജിലാണ്. നമ്മൾ പറഞ്ഞു കനൌജ് എന്നുള്ള പ്ലേസ് ഇൻ ഉത്തർപ്രദേശ്, അത് അറബിക്കിൽ ഇറ്റ് ഇസ് ഗനൌജ് എന്നുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. വാട്ട് അബൌട്ട് മാപ്പ് 2? മാപ്പ് 2 വന്നപ്പോ പല ചേഞ്ചസ് വന്നു. മാപ്സ്, ഈ ഒരു മാപ്പ് 2 വന്നത് മാപ്പ് 1 വന്നതിന് ശേഷം 600 വർഷങ്ങൾക്ക് ശേഷമാണ് മാപ്പ് 2 വന്നത്. ആ മാപ്പ് 2 പല കോസ്റ്റൽ റീജിയൻസ്, പല നാഷൻസിന്റെ കോസ്റ്റൽ റീജിയൻസ് ഇൻക്ലൂഡഡ് ആയതോടെ യൂറോപ്യൻ സെയിലേഴ്സിന് ട്രേഡ് നടത്താൻ വളരെ എളുപ്പമായി എന്നല്ലേ ടീച്ചർ പറഞ്ഞല്ലേ മക്കളെ? ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു മാപ്പ് 1 ആൻഡ് മാപ്പ് 2 പറഞ്ഞു. പിന്നെ ഹിസ്റ്റോറിയൻസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഹിന്ദ് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്നായിരുന്നു പണ്ട് നമ്മൾ ഇന്ത്യനെ പറഞ്ഞ പേര്. ആ ഹിന്ദുസ്ഥാൻ എന്നൊരു ടേമില് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജോഗ്രഫീനെ അല്ലെങ്കിൽ നമ്മുടെ ഫോണ, അല്ലെ, ആനിമൽസ്, ബേർഡ്സ്, പിന്നെ നമ്മുടെ എന്താ പറയാ ജോഗ്രഫി, കൾച്ചർ, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളുടെ കൾച്ചർ ഒക്കെ ഡെപ്പിക്ട് ചെയ്യുന്ന ഒരു ടേം ആയിരുന്നു ഹിന്ദുസ്ഥാൻ എന്ന് ടീച്ചർ പറഞ്ഞല്ലേ? ഓക്കെ, പിന്നെ വാട്ട് അബൌട്ട്, പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന മോഡേൺ സ്റ്റേറ്റ് വന്നത് എപ്പോഴാണ്? പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള പല ചേഞ്ചസും നമ്മുടെ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു നെയിമിൽ ആ റീജിയന് വന്നപ്പോ എന്തായി? പൊളിറ്റിക്കൽ ആയിട്ടുള്ള, അല്ലെ, നാഷണൽ ആയിട്ടുള്ള എല്ലാ ഈവന്റ്സ് നടന്നപ്പോ പിന്നെ അതിന്റെ പേര് ചേഞ്ച്ഡ് ആയി ഇന്ത്യ എന്ന് പറയുന്ന ടേം ആയിട്ട് മാറി, അല്ലെ? ഇപ്പൊ നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുമ്പോ പല ലാംഗ്വേജസില് പല ഭാഷകളില് ഒരു ടേം എന്ന് പറയുന്ന ഒരു വേർഡ് എടുക്കുമ്പോ അത് പല മീനിങ്സ് ആയിരിക്കും, അല്ലെ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്കെ, ഫോറിനർ എന്നുള്ള ടേം നമ്മൾ പറഞ്ഞതല്ല മക്കളെ. ഫോറിനർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുള്ള ഒരു വാക്കാണ്, അല്ലെ? ഇംഗ്ലീഷിലുള്ള ഒരു വാക്കാണ്.
അത് ഈ ഹിന്ദിയിലേക്ക് ആവുമ്പോ അതെന്തായി മാറും? ഇറ്റ് ഈസ് ഇൻ പരദേശി എന്നായി മാറും. ഫോറിനറിനെ നമ്മൾ പണ്ട് കാലങ്ങളിൽ പറയാറ് ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്തവരെ നമ്മൾ ഫോറിനർ എന്നാണ് പറയാ, അല്ലെ? വാട്ട് അബൌട്ട് ഇപ്പൊ നമ്മൾ പറയുമ്പോ പട്ടണങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ചേക്കേറുന്നവരെ നമ്മൾ ഫോറിനേഴ്സ് എന്നാണ് പറയാ, അല്ലെ? അങ്ങനെ പല ടേംസ് ആണ് പല ഭാഷകളിൽ നമ്മൾ യൂസ് ചെയ്തത്, അല്ലെ? ഏജസ് മാറിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ലാംഗ്വേജസിൽ പല അപ്ഡേഷൻസ് വരും. വേർഡ്സ്, ഡിഫറെന്റ് വേർഡ്സിന് ഡിഫറെന്റ് മീനിങ്സ് ആയിരിക്കും പല ലാംഗ്വേജസിൽ, അല്ലെ? അതുപോലെ തന്നെ മാപ്പിലും പല ചേഞ്ചസും വരും. അൽ ഐഡ്രീസി മാപ്പ്, പിന്നെ അത് ഫ്രഞ്ച് കാർട്ടോഗ്രാഫർ മാപ്പ് 2 പല ചേഞ്ചസ് കൊണ്ടുപോകുന്നത്, പല ഡീറ്റെയിലിംഗ്, നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന് ഡീറ്റെയിൽ ആയിട്ട് അവരെന്ത് ചെയ്തു, പല ചേഞ്ചസ് ഒപ്പിയെടുത്ത് മാപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്ലേസ് മാർക്ക് ചെയ്തു. മാപ്പ് 2 ഫ്രഞ്ച് കാർട്ടോഗ്രാഫർ. ഓക്കെ, പിന്നെ പല ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫോറിനർ ആയിക്കോട്ടെ, ഹിന്ദുസ്ഥാൻ ആയിക്കോട്ടെ, എങ്ങനെയാണ് ഈ ഒരു നെയിംസ് പല ചേഞ്ചസിലൂടെ ഈ ഒരു ടേം ആയിട്ട് എത്തിയത്. പല വേർഡ്സിനും പല മീനിങ്സും ആയിരിക്കും ഓരോ ഏജസിലും. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെഷനിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ ഒരു ലാംഗ്വേജസിന്റെ പ്രസക്തി, അതുപോലെ തന്നെ മാപ്സ് എത്ര ഇമ്പോർട്ടൻസ് ആയിരുന്നു അന്നത്തെ ട്രേഡ് പേർപ്പസസിന് എന്നുള്ള ബാക്കിയുള്ള സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.